വെൽക്കം ബാക്ക്. ഫൈനലി അങ്ങനെ നമ്മുടെ XUV700 അലവിലിടാൻ പോവാം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് നമ്മൾ അലവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു സുഖമില്ലാത്തത് നമ്മൾ ഊരി അത് സെയിലടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ഇന്ന് അലവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുക്കൻ കറണ്ട് ഇതിനകത്ത് കമ്പനി അലയാണ് കിടക്കുന്നത്. ഇത് മാറ്റി വെറൈറ്റീസ് അങ്ങനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് റോണിയും പൊക്കിക്കൊണ്ട് പോകണം. റോണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. റോണി ഇപ്പം വരും. ചെറുക്കൻ പോസ്റ്റ് ആണല്ലോ, ഉറക്കം. അതാ വന്നു. ഇതാ നമ്മുടെ റോണി. ഹായ്ഡാ. ഒന്നുമില്ല ഗൈസ്, നമ്മുടെ റോണിയുടെ വണ്ടിയുടെ ഒരു ക്ലിപ്പ് വിളകിപ്പോയെന്ന് പറഞ്ഞാൽ ചെറുക്കൻ ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ റോണിയുടെ വണ്ടിയുടെ ഹാൻഡിലാണ് പിടിച്ച് വലിച്ച് ഗൈസ്. ഇവിടുന്നേ പൊട്ടിപ്പോയി. ഇവിടെ പിടിച്ച് ഉറക്കമുള്ളവർ ഇവിടെ പിടിച്ചുറക്കി. ബാക്ക് ടു നമ്മുടെ വണ്ടിയുടെ വിശേഷം. അങ്ങനെ നമ്മൾ അലവ് ഇടാൻ ഫോൺ ഗൈസ്. അതുപോലെ നമ്മൾ മോട്ടോർ വാഷിൽ തന്നെ വന്നേക്കുവാണ് നമ്മുടെ വണ്ടിയുടെ അലവ് മാറാൻ വേണ്ടി. ഇവിടുത്തെ പൊന്നോവനെ പുത്രൻ ആഷിഖ് താ ഇവിടെ നിന്ന് വാത് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ഇതോ അവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് അലയും മാറിയിട്ട് വേറെ ആലോചിച്ചിടാൻ പോവാണ്. അതനുസരിച്ചാണ് നമ്മൾ നേരത്തെ ടയറും വാങ്ങിയിട്ടേക്കുന്നത്. നമ്മുടെ വണ്ടി വർക്കിന് കയറാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആഷിഖാണ് ഇന്നത്തെ സാരഥി. വണ്ടി ആഷിഖ് അതായത് ഏറി നിർത്തിയേക്കുവാണ്. ആഷിഖ് അലയുടെ പാക്കറ്റ് പൊട്ടിക്കാനുള്ള ഇരുമ്പും കൊണ്ടിരിക്കുക. ആശയ്ക്ക് പൊട്ടിക്കത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഇങ്ങനെ ഏറി നിർത്തിയേക്കൊണ്ട് ഗൈസ്. അതെ അതെ അതെ, ആശയ്ക്ക് അലയുടെ പാക്കറ്റ് പൊട്ടിക്കുവാണ്. ഇതാണ് നമ്മുടെ XUVക്കുള്ള പുതിയ അല. ആഹാ, സ്റ്റോക്ക് അലയിന്ന് നമ്മുടെ സെൻസർ ഇരിക്കുവാണ്. നമ്മുടെ അലോയിൻ്റെ അവരോട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അലയിലൊരു സെൻസറാണ് ഫിറ്റ് ചെയ്യുന്നത്. ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഈയിടെ ടയർ മാറിയായിരുന്നു. അപ്പം ഈ അലവ് ഇടുന്ന രീതിയിലുള്ള ടയറാണ് നമ്മളന്ന് വാങ്ങിയത്. ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലിപ്പർ വെറുതെ കിടക്കുകയാണ്. അപ്പം വിചാരിച്ചു റെഡ് അടിച്ചു വിട്ടേക്കാന്ന്.
നമ്മുടെ പയ്യൻ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതലാളി മാത്രമല്ല പെയിന്റും അടിക്കാൻ അറിയാന്ന് നമ്മുടെ പ്രതീക്ഷ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഗായ്സ്, നിങ്ങളിത് കാണുക. ആ പോയി വാങ്ങിട്ടോ. പോ. നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മുടെ അച്ഛൻ തന്നെ പെയിന്റ് എടുക്കുവാണ്, ബേസ് അടിക്കുവാണ്. ഗൈസ്, അതൊന്നുമില്ല, ഫ്രണ്ടൊക്കെ എടുക്കാം. അങ്ങോട്ട് അടിക്കച്ചാ, പിള്ളേരൊക്കെ കാണട്ടെ. ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്കർ പണിയെടുക്കുന്നതിന് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആശിക്കുന്ന ചെലവിൽ വണ്ടിയുടെ കാലിപ്പർ റെഡാക്കിയേക്കുവാണ്. കാലിപ്പറിന് പെയിൻ്റൊക്കെ എടുത്തു, ഡിസ്കിനകത്ത് വീണെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീലെല്ലാം സെറ്റാക്കി വേണം. വണ്ടിക്കകത്തൊരു വീടാൻ പോവാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്നിപ്പോൾ. ഈ സൈഡ് അലോയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അലോയി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അലോയി എല്ലാം സെറ്റായി കാണിക്കുക. ഇനി നമുക്ക് അലൈൻമെൻറ്റ് കൂടെ ചെയ്യണം. നമ്മുടെ വണ്ടി നിലത്തിറങ്ങിക്കുവാണ്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വണ്ടി സെറ്റായി ഗൈസ്. ഇനി നമ്മുടെ വണ്ടിയുടെ തലയുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് ലുക്ക്. അപ്പം കൂടുതൽ വീഡിയോസ് ഷോർട്സായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ.